നമസ്കാരം. സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ദേശീയപാത 66-ൽ കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. അപ്രോച്ച് റോഡിലെ വിള്ളൽ പരിഹരിക്കുന്നതിനായാണ് അറ്റകുറ്റപ്പണി. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് നിർദ്ദേശം. കൊല്ലം കണ്ണനല്ലൂർ ജംഗ്ഷൻ വികസന പദ്ധതി നിർമ്മാണോദ്ഘാടനം നടത്തി. കിഫ്ബിയിൽ നിന്നും 50.19 കോടി വിനിയോഗിച്ചാണ് ജംഗ്ഷൻ വികസനം. പള്ളിക്കൽ ചുണ്ടന്റെ നിർമ്മാണത്തിനായി പാലായിൽ നിന്നും തടിയെത്തിച്ചു. കൊല്ലം ജില്ലയിൽ ആദ്യമായി നിർമ്മിക്കുന്ന ചുണ്ടനാണ് പള്ളിക്കൽ ചുണ്ടൻ. ലാല ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയായാണ് നിർമ്മാണ സ്ഥലത്തേക്ക് തടിയെത്തിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 66-ൽ കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. അപ്രോച്ച് റോഡിലെ വിള്ളൽ പരിഹരിക്കുന്നതിനായാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാത 66-ൽ കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ കണ്ടെത്തിയ വിള്ളൽ പരിഹരിക്കുന്നതിനായാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ദേശീയപാത അതോറിറ്റിക്കാണ് ചുമതല. കരാർ കമ്പനിക്ക് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മഴക്കാലം കണക്കിലെടുത്താണ് അടിയന്തര നടപടി. വിള്ളൽ വലുതാകുന്നത് കൂടുതൽ സങ്കീർണതകൾക്ക് ഇടയാക്കും എന്ന് വിലയിരുത്തിയാണ് നടപടികൾ. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പള്ളിക്കൽ ചുണ്ടന്റെ നിർമ്മാണത്തിനായി പാലായിൽ നിന്നും തടിയെത്തിച്ചു. കൊല്ലം ജില്ലയിൽ ആദ്യമായി നിർമ്മിക്കുന്ന ചുണ്ടനാണ് പള്ളിക്കൽ ചുണ്ടൻ. ലാലാജി ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയായാണ് നിർമ്മാണ സ്ഥലത്തേക്ക് തടിയെത്തിച്ചത്. ജലരാജാവ് അണിയറയിൽ ഒരുങ്ങുകയാണ്. കരുനാഗപ്പള്ളി പള്ളിക്കൽ ചുണ്ടൻ വള്ളസമിതിയുടെ നേതൃത്വത്തിൽ വിശ്വപ്രസിദ്ധ ശില്പി നാരായണനാചാര്യയുടെ കൊല്ലം ജില്ലയിൽ ആദ്യമായി നിർമ്മിക്കുന്ന ചുണ്ടൻ വള്ളമാണ് പള്ളിക്കൽ ചുണ്ടൻ. ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ തടി പാലായിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ എത്തിച്ചു. ഘോഷയാത്രയായാണ് കന്നേറ്റി പാലത്തിന് സമീപത്ത് വള്ളം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് തടി എത്തിച്ചത്. ലാലാജി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പൂവണിയുകയാണ്. കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കുന്ന ശ്രീനാരായണ ട്രോഫി ജലോത്സവം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കൊല്ലം ജില്ലയിൽ ആദ്യമായി കരുനാഗപ്പള്ളിയിൽ ഒരു പുതിയ ചുണ്ടൻ, പള്ളിക്കൽ ചുണ്ടൻ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള തടി ഇന്നെത്തിയിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഒരുപാട് പേരുടെ കാത്തിരിപ്പ്, അനുഗ്രഹം എല്ലാം പൂവണിയുന്ന നിമിഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. രക്ഷാധികാരി D മുരളീധരൻ, പ്രസിഡന്റ് നിസാർ, സെക്രട്ടറി CB രാജീവ്, രാധാമണി, ഉത്തരക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാദ്യമേളങ്ങൾ, തിരുവാതിരകളി, ചെണ്ട, ബാൻഡുമേളം എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂലി തോമസ്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. മഴക്കാലം വരുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങി ഇത് കുറച്ചും കൂടെ മോശമാകത്തെയുള്ള അവസ്ഥ, അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട്, പക്ഷേ പൊതുജനങ്ങളിൽ നിന്ന് കുറച്ച് പ്രൊട്ടസ്റ്റ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഹൈവേക്ക് അത് കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് കുറച്ചൊരു ആശങ്കയുണ്ട്. പക്ഷേ ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് അത് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കരിക്കോട്, കുറ്റിച്ചിറ എന്നിവിടങ്ങളിൽ വ്യാപാര വാഹനങ്ങൾക്ക് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നിയന്ത്രണം ഏർപ്പെടുത്തും. കൊമേഴ്സ്യൽ വാഹനങ്ങൾ രാവിലെ 8:30 മുതൽ 10 മണി വരെയും
വൈകുന്നേരം 3:30 മുതൽ 5 വരെയുള്ള സമയത്ത് ആ വാഹനങ്ങൾക്ക് ഒരു ചെറിയ നിയന്ത്രണം നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് നിയന്ത്രണം. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തും വൈകിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന സമയം മാത്രമാണ് അതാണ് വരുത്തിയിരിക്കുന്നത്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെയും ആർട്സ് കോളേജിലെയും പാർക്കിംഗ് നിയന്ത്രിക്കും. റോഡിന്റെ വശങ്ങളിലുള്ള തട്ടുകളുടെ പ്രവർത്തന സമയത്തിൽ വൈകിട്ട് 3:30 മുതൽ 5:30 വരെ നിയന്ത്രണം ഏർപ്പെടുത്തും. കരിക്കോട് ജംഗ്ഷനിൽ TKM ആർട്സ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള റോഡ് സൈഡിലെ പാർക്കിംഗ്, ഇരുവശത്തുമുള്ള പാർക്കിംഗ് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒപ്പം റോഡ് സൈഡിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഒരുപാട് തട്ടുകടകളും ഉന്തുവണ്ടി പോലെയുള്ള ഇതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കടകളുണ്ട്. ഈ ഒരു സമയത്ത് 3:30 തൊട്ട് 5 വരെയുള്ള സമയത്ത് മാത്രം ഈ കടകൾക്ക് ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് എൻഷുർ ചെയ്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം നമുക്ക് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായിട്ട് മാത്രം നടത്തുന്നുള്ള ഒരു അറേഞ്ച്മെന്റ് ആണത്. എല്ലാ സ്കൂളുകളിലും 2 ട്രാഫിക് സ്ക്വാഡുകളെ നിയമിക്കും. കല്ലുതാഴത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ കൂടുതൽ പോലീസുകാരെ നിയമിക്കും. ഹൈവേ അതോറിറ്റി നമ്മളൊരു റാപ്പിഡ് ഒരു ടീം പിന്നെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി ഈ കാലയളവിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർ എൻഷുർ ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷനും ഡെയിലി ബേസിസ് നമ്മുടെ എഞ്ചിനീയേഴ്സും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം അത്തരം കണ്ടിജൻസീസ് ഒഴിവാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് കുണ്ടറയിലേക്കും തിരിച്ചുമുള്ള ബസ് സ്റ്റോപ്പ് ഒരേ നിരയിലായതിനാൽ കുണ്ടറയിലെ ബസ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും കളക്ടർ പറഞ്ഞു. കൊല്ലത്തുനിന്ന് കുണ്ടറ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പും തിരിച്ചു വരുന്ന ബസ് സ്റ്റോപ്പും രണ്ടും പാരലലിയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. അത് അവിടെ ഒരു ഗതാഗത കുരുക്കുണ്ട് എന്നുള്ളത് സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കുണ്ടറ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് അല്പം കൂടെ മുന്നോട്ട് നീക്കി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കുണ്ടറ ഭാഗത്തെ ബസ് സ്റ്റോപ്പ് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഗതാഗത കുരുക്കിനെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ്. ഈ 3 കാര്യങ്ങളും എൻഷുർ ചെയ്യാനുള്ള ചുമതല നമ്മൾ RTOയ്ക്ക് നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലെ പ്രൈവറ്റ് ബസ്സുകൾ കുട്ടികളെ സ്കൂളിന് പുറത്തിറക്കുന്നത് ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുന്നുണ്ട്. ഈ ബസ്സുകൾ സ്കൂളിലേക്ക് കയറ്റി കുട്ടികളെ ഇറക്കാനുള്ള നിർദ്ദേശം നൽകി. 3 മാസത്തേക്കാണ് നിയന്ത്രണങ്ങൾ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ തഹസീൽദാറുമാരുമായി ചർച്ച ചെയ്ത നടപടി സ്വീകരിക്കും. ദേശീയപാതയുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടായാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നഷ്ടപരിഹാരം നൽകുമെന്നും നാഷണൽ ഹൈവേ അതിനായി 10 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം ജനലിലൂടെ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അമ്മ സന്നദ്ധത അറിയിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് 19 വയസ്സുകാരി കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ തയ്യാറാണെന്ന വിവരം പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർ പറഞ്ഞു. അമ്മയ്ക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുഞ്ഞിനെ ഏറ്റെടുത്ത് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂബോൺ ICUവിലാണ് കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. തിങ്കളാഴ്ച കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്ത് ആലപ്പുഴയിലെ ശിശുപരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും. 90 ദിവസം കുഞ്ഞിനെ ശിശുപരിചരണ കേന്ദ്രത്തിൽ പരിചരിക്കും. ഈ സമയത്ത് അമ്മയ്ക്ക് കുഞ്ഞുമായി യോജിച്ചു പോകാൻ പറ്റുമോ എന്ന് പരിശോധിച്ച ശേഷമേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുഞ്ഞിനെ വിട്ടു നൽകുന്നതിൽ തീരുമാനമെടുക്കൂ. കൊലപാതക ശ്രമത്തിന് അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തതിനാൽ അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കും. എന്തായാലും ഉടനെ കുഞ്ഞിനെ കൈമാറില്ല. അമ്മ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുമായി അടുപ്പത്തിലായിരുന്ന ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുവതി ജോലി ചെയ്ത ആശുപത്രിയിലെ ക്യാന്റീൻ ജീവനക്കാരനാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഹരിപ്പാട്. വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു നൽകുന്നത് വൈകുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് തുറന്നു നൽകാത്തത്. 12 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. കെട്ടിട നിർമ്മാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇത് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം അതിനൊരു നടപടി ഉണ്ടാവണമെന്ന്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടും വനിതകൾക്ക് തുറന്നു നൽകാത്തത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് വനിതാ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങളായിട്ടും വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ നിലവിൽ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനവും ഭാഗികമാണ്. സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾക്ക് വനിതാ വിശ്രമ കേന്ദ്രം അടിയന്തരമായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഇവിടെ വനിതാ വിശ്രമ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ മിക്കവാറുള്ള വനിതകളൊക്കെ വിശ്രമിക്കാൻ ഇത് തുറക്കാറില്ല. അപ്പോൾ ഇവിടെ വനിതകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. ഇതൊന്ന് തുറന്നിരുന്നാൽ വളരെ നല്ലതായിരുന്നു. ഇവിടെ ഉള്ള അനേകം സ്ത്രീകൾക്ക് അവിടെ സ്ഥലം ഏർപ്പെടുത്തേണ്ടതാണ്.
ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം നെഞ്ചുലയ്ക്കുന്ന സംഭവമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. പഴുതുകളില്ലാത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം കുഞ്ഞിന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് രണ്ടാനച്ച ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണ്. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാത്ത, വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയുക, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാം. തൊണ്ടയിൽ ചോറ് കുടുങ്ങിയെന്ന് പറഞ്ഞ് രണ്ടാനച്ഛൻ ആശുപത്രിയിൽ എത്തിച്ച 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം നെഞ്ചുലിക്കുന്നതാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ഇത് ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കും. സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള പഴുതടച്ച അന്വേഷണമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇനി ഒരു പിഞ്ചു കുഞ്ഞിനും എവിടെയാണോ കുഞ്ഞ് ആരുടെ കൈകളിലാണോ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നത്, പ്രകൃതിയായാലും നിയമമായാലും നമ്മുടെ സമൂഹമായാലും എല്ലാം കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇടത്തു നിന്ന് തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയൊരു കുഞ്ഞിനും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായും വകുപ്പ് ആലോചിക്കുന്നുണ്ട്. 51 പരിക്ക് ആ പിഞ്ചു ശരീരത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഒരു കാര്യം ഉറപ്പ്, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ശക്തമായ നടപടി. ഈ സാധാരണ കേസൊക്കെ നടത്തുമ്പോൾ ലൂപ്പ് ഹോൾസ് പലപ്പോഴും ഉണ്ടാവും. അതിൻ്റെ പേരിൽ കുറ്റവാളി രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ കൃത്യമായി കുറ്റമറ്റ രീതിയിൽ കേസ് നടത്തിക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിയമപരമായ പ്രൊസീഡിങ്സ് കുറ്റമറ്റ രീതിയിൽ നടക്കും. പ്രതികളെ പിടിച്ചിട്ടുണ്ട്. നിയമ നടപടികൾക്ക് വിധേയമാക്കും. മുന്നോട്ട് എപ്പോഴും FIR ഇടുമ്പോഴും ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുമ്പോഴും പിന്നീടുള്ള പ്രൊസീഡിങ്സിലും എല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി ഇത് നടക്കും. സംഭവത്തിൽ എല്ലാ തെളിവുകളും ശേഖരിക്കും. പ്രതികൾ ശിക്ഷിക്കപ്പെടണം. പഴുതുകളില്ലാത്ത നിയമ നടപടികളാണ് സ്വീകരിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് പോലീസ് സ്റ്റേഷനിൽ വെള്ളം കയറിയത്. സമീപത്തെ റോഡും വെള്ളത്തിൽ മുങ്ങി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ വെള്ളം കയറിയത്. സമീപത്തെ റോഡും വെള്ളത്തിൽ മുങ്ങി. സ്റ്റേഷന് മുന്നിൽ ഓടയുണ്ടെങ്കിലും ഓടയുടെ രണ്ടറ്റവും മറ്റ് ഓടകളുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. ഇത് കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഓട നിറഞ്ഞു കവിഞ്ഞ് റോഡിലും സ്റ്റേഷനിലേക്കും കയറുകയാണ്. ശക്തമായ മഴയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം സ്റ്റേഷൻ പരിസരം വെള്ളക്കെട്ടിലായി. വാതിൽ വരെ വെള്ളം എത്തുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെള്ളം കയറുന്ന പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. കുണ്ടറ മുളവനയ്ക്ക് സമീപം കരിപ്പുറം ജയന്തി കോളനിയിൽ ഒരു കമ്മട്ടിപ്പാടം ബാൻഡ്. മൊബൈൽ ഫോണിൽ ജങ്ക് ഫുഡുകളും കഴിച്ച് മുമ്പോട്ട് പോകുന്ന തലമുറയിൽ നാട്ടിൻപുറത്തെ ഒരു കൂട്ടം കുട്ടികളുടെ കൂട്ടായ്മയാണിത്. വെക്കേഷന്റെ അവസാന ഘട്ടത്തെ കലാശക്കൊട്ടിലാണ് ഇവർ. മണ്ണിനോടും മരത്തോടും മൃഗങ്ങളോടും ഇഴുകിച്ചേർന്ന ഒരു പറ്റം മണ്ണിന്റെ മണമുള്ള കുട്ടികൾ. കുപ്പിയും പൈപ്പും പാട്ടയുമൊക്കെയാണ് ഇവരുടെ വാദ്യോപകരണങ്ങൾ. ഏറെ താളബോധമുള്ള മണ്ണിന്റെ ഗന്ധമുള്ള പാട്ടുകളുമായി ഇവർ വെക്കേഷൻ ആഘോഷിക്കുകയാണ്. അമ്പിളിക്കരയ്ക്കുള്ളിലോ ആമ കുഞ്ഞനോ കാമകുറുമ്പനെന്ന നെഞ്ചത്തുമ്പത്തിലെ ചെല്ലവുമായി തഴവ് പങ്കേറി കുരുത്തിൽ അങ്ങോ ഒതുങ്ങിയല്ലോ തുമ്പത്തിലയിട്ടുമായി മൂടും അത്രയും പറ്റിലയിട്ട് വെക്കാം കുഞ്ഞിലമ്പാവ് കഥ കേട്ടുമല്ലേ ചിരി കൂട്ടുമാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഉമ്മൽ ചിരിയോട് കൊഞ്ചി കളിയാടി വളരി വളരി ഉയർന്നു വാ ഉയർന്നു വാ ഉയർന്നു വാ ഉയർന്നു വാ. ഇപ്പോഴാകട്ടെ
തീരാൻ പോകുന്നു. ഇനി കലാശക്കൊട്ടാകാം. നിതിൻ രാജ്, ഹരി, അഭിനവ്, ശ്രീകുട്ടൻ എന്നിവരാണ് ടീമിലെ പ്രധാന കലാകാരന്മാർ. മറ്റു ചില സുഹൃത്തുക്കളും സമയമുള്ളപ്പോൾ എത്താറുണ്ടെന്ന് ഇവർ പറയുന്നു. മനോഹരമായി പാടുന്ന ഇവരുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതാണ്. ഒരാൾക്ക് ഡ്രൈവർ ആകണം, മറ്റൊരാൾക്ക് വാദ്യമേളങ്ങൾ വായിക്കുന്നയാളാകണം, 3 പേരാകട്ടെ പട്ടാളത്തിൽ പോകാനാണ് താല്പര്യമെന്ന് പറയുന്നു. ഒരാൾക്ക് ആംബുലൻസ് ഡ്രൈവർ ആകണം. ഫുട്ബോൾ താരം ആയാൽ കൊള്ളാമെന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇവരുടെ മുന്നിൽ ഏറെ വെല്ലുവിളികളും ഉണ്ട്. എന്തായാലും മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ ഈണത്തിലും താളത്തിലും പാടുന്ന ഇവരെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. കാരണം ഇന്ന് പലരും മൊബൈൽ ഫോണുകളുടെ ലോകത്ത് ഒഴുകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ കാണാൻ തന്നെ പ്രയാസം. ഒരുപക്ഷെ ഇവരിൽ പലരും നാളെ വലിയ ആളുകളായി എത്തിയേക്കാം. അവർ അങ്ങനെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന ആശംസയാണ് നമുക്കുള്ളത്. നിഷ്കളങ്കമായ ചിരിയോടെ ഇവർ ഇവരുടെ പാട്ട് തുടരുകയാണ്. മരം പൂത്തുലന്നെ പൂകാലയിൽ പൂത്തുമ്പി പാറി വന്നേ ഉന്നന്റെ നെഞ്ചകത്തിൽ തെനൂറും പൂവാരി വിരിഞ്ഞേ മരം പൂത്തുലന്നെ പൂകാലം തുമ്പി മറന്നോ എന്റെ മനപ്പെങ്കിടാതെ ഇനി എന്നെ മറന്നിരേ പാടും നിലാവം എന്റെ കീഴിൽ കണ്ടെല്ലാം പാടുന്നു പെങ്കിടാവേ മരം പോത്തുലന്നെ പൂവാലയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ രഞ്ജകത്തിൽ തേനും പൂവാരി വിരിഞ്ഞേ പൂവളം പൂത്തുലന്നെ പൂവാലം തുമ്പി എന്നെ മറന്നോ എന്റെ മനപ്പെങ്കിടാതെ നീ എന്നെ മറന്നിരല്ലേ എന്നോ മട്ടില്ലേ ചുണ്ടില്ലാനും വതരാനും 100 കുമ്പഴ പൂക്കളന്ന് കുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി കൊച്ചിയിലെ കൊച്ചറയിൽ തോടി മുങ്ങിപ്പോയി കണ്ടിരുന്ന ചെമ്പരണ്ട് റാഞ്ചിക്കൊണ്ടുപോയി തെക്കുടെ കൊണ്ടു തന്നു വെച്ച് മൂത്ത മകൾ കാത്തു നിന്നെ ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 66-ൽ കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. അപ്രോച്ച് റോഡിലെ വിള്ളൽ പരിഹരിക്കുന്നതിനായാണ് അറ്റകുറ്റപ്പണി. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് നിർദ്ദേശം. കൊല്ലം കണ്ണനല്ലൂർ ജംഗ്ഷൻ വികസന പദ്ധതി നിർമ്മാണോദ്ഘാടനം നടത്തി. കിഫ്ബിയിൽ നിന്നും 50.19 കോടി വിനിയോഗിച്ചാണ് ജംഗ്ഷൻ വികസനം. പള്ളിക്കൽ ചുണ്ടന്റെ നിർമ്മാണത്തിനായി പാലായിൽ നിന്നും തടിയെത്തിച്ചു. കൊല്ലം ജില്ലയിൽ ആദ്യമായി നിർമ്മിക്കുന്ന ചുണ്ടനാണ് പള്ളിക്കൽ ചുണ്ടൻ. ലാലാ ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയായാണ് നിർമ്മാണ സ്ഥലത്തേക്ക് തടിയെത്തിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.